നല്ല സിനിമയായിരുന്നു. അടിപൊളി പടമാണ്. മൂവി നല്ല അടിപൊളി സൂപ്പർ പടമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ തണുപ്പൻ മട്ടിലൊക്കെ പോവും, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. നല്ല ഫിലിമാണ്, വളരെ നല്ല ഫിലിമാണ്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിക്ക് വളരെ ഭംഗിയായിട്ടുണ്ട്. ഡയറക്ഷൻ വളരെ ഇതാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. ജോണർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ള ഇത് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ നമുക്ക്. എന്തായാലും എല്ലാ വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നത് തന്നെ. പ്രത്യേകിച്ച് ഒരു പുതിയ തീമാണത്. ഈ സൈബർ അറ്റാക്കിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നുള്ള അറിയാതെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. വ്യത്യസ്തമായ അവതരണ രീതിയാണ്, പുതിയൊരു പ്രമേയം. എല്ലാവരും കാണണം. മനസ്സിലായില്ല. ഫാമിലി എൻ്റർടൈനർ ആണോ? ഫാമിലിയാണ്. അത് കഥ പറഞ്ഞാൽ കണ്ടിട്ട് അറിയണം. ഇമോഷണൽ ഐക്യൊന്നും പറയാൻ വയ്യ, നന്നായിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്. വളരെ നല്ല സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. സദാചാര ഗുണ്ടായുസത്തിനെതിരായിട്ടുള്ള ഒരു നല്ല മെസ്സേജ് ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ഒരുപക്ഷെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു യുവ ദമ്പതിമാരായിട്ടുള്ള ആളുകൾക്ക് എന്നുള്ള കാര്യമുണ്ട്. സമ്പത്തും അതുപോലെ തന്നെ മതവും ഏറ്റവും പ്രധാനമായി ആളുകൾ ഒരുമിക്കുന്നതിന് ശത്രുവായി നിൽക്കുന്നു എന്നുള്ള പ്രമേയമുണ്ട്. നിരവധി ആശയങ്ങൾ വളരെ നന്നായി പുതിയ കഥാപാത്രങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു, പുതിയ അഭിനേതാക്കളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു എന്നുള്ള നല്ല കാര്യമുണ്ട്. വളരെ നല്ല സിനിമ. വളരെ രാകേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ വളരെ കയ്യൊതുക്കത്തോടുകൂടി നവാഗതരായിട്ടുള്ള കുട്ടികൾ ഇത്രയും ഭംഗിയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓരോ ഇതിലും തണുപ്പിനെ എങ്ങനെയൊക്കെ നമ്മുടെ സിരകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ആ ചിത്രം പറയുന്നത്. ആ തണുപ്പ് എന്ന് പറഞ്ഞാൽ പല പല തലങ്ങളാണ് തണുപ്പിന് ഇതിൽ കാണിക്കുന്നത്. അവസാനം സമൂഹം മനുഷ്യന് തരുന്ന തണുപ്പുണ്ടല്ലോ, മരണത്തിൻ്റെ തണുപ്പാണത്. അതിലും വലിയ തണുപ്പൊന്നും ഇല്ല മരണത്തിന്. ആ തണുപ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ സദാചാരം കാവൽക്കാരും മനുഷ്യരും എല്ലാവരും കൂടി മനുഷ്യരിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയാണ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുതന്നെയാണ് ചിത്രം പറയാൻ ശ്രമിക്കുന്നത്. നല്ല മ്യൂസിക് കേട്ടോ, സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗാനങ്ങളും വളരെ നല്ലത്. അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി പേഴ്സൺ അവരുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് കയ്യൊതുക്കത്തോടു കൂടി ചെയ്തിരിക്കുകയാണ്. നല്ലൊരു സിനിമ, നമുക്ക് പ്രതീക്ഷ എല്ലായിടത്തും കാണിക്കേണ്ട ഒരു ചിത്രമാണത്. ഓക്കെ, താങ്ക് യു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പടം വന്ന് കാണണം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഈ രണ്ട് ക്യാരക്ടേഴ്സിന്. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ വന്ന് കാണണമെന്ന് പറയണത്. പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എല്ലാവരും കരയുന്നുണ്ട്. പപ്പയാണ് കേട്ടോ. കുഴപ്പമില്ല. പപ്പ എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന് കരയുണ്ടായിരുന്നു, അതുകൊണ്ടൊരു സന്തോഷം. സ്വപ്നം കണ്ടതിൻ്റെ അല്ല കേട്ടോ, ശരിക്കും നമ്മൾ എന്താ പറയുക, കഥ മാറി. അതെ അതെ, സ്വപ്നം കണ്ട ആ കഥ അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് നമ്മളെ സങ്കടപ്പെടുത്തി കളയാം. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു മിങ്ങളാണ് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും. ഉണ്ട്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.